അങ്ങനെ നമ്മുടെ 2024 ഓസ്കാർ അവാർഡ്സ് ഒക്കെ പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു കാണാം. അപ്പോൾ ഏത് സിനിമയ്ക്കാണ് ഈ പറയുന്ന ഓസ്കാർ അവാർഡ് കിട്ടിയത്, ആരാണ് മികച്ച നടൻ, മികച്ച നടി ആരാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഓസ്കാർ അവാർഡ്സ് ആർക്കൊക്കെയാണ് കിട്ടിയത്, അങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷ എഴുതുന്ന കൂട്ടുകാരും എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് കൂടി രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഒരു ഓസ്കാർ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം വരുന്ന എന്താണ്, നമ്മുടെ ആദ്യത്തെ മനസ്സിൽ വരുന്ന ചോദ്യം എന്താണ്? മികച്ച നടൻ ആരാണ്, മികച്ച നടി ഏതാണ്, സിനിമ ഏത് എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അവരെ എന്ത് ചെയ്യാം, ഈ പിക്ചറിലൂടെ തന്നെ പഠിക്കാം. അപ്പോ മികച്ച സിനിമ ഏത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഹൈമർ ആണ് സിനിമ. എന്താണ് ഓപ്പൺ ഹൈമർ? നിങ്ങളിപ്പോ ഇവിടെ കാണുന്ന പോസ്റ്റർ ഓപ്പൺ ഹൈമറിന്റെ പോസ്റ്റർ ആണ്. ഈ ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ചതിനാണ് നമ്മുടെ കിലിയൻ മർഫി എന്ന് പറയുന്ന നടൻ എന്ത് ചെയ്യുന്നത്, മികച്ച നടനുള്ള പുരസ്കാരം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കിലിയൻ മർഫി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇദ്ദേഹത്തിന്റെ പേരാണ് കിലിയൻ മർഫി. ഇദ്ദേഹമാണ് നമ്മുടെ ഓപ്പൺ ഹൈമർ അല്ലെങ്കിൽ ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്, അതിന്റെ അടുത്തുള്ള പിക്ചർ എന്ന് പറയുന്ന ഓപ്പൺ ഹൈമറിന്റെ യഥാർത്ഥ ഫോട്ടോയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ അഭിനയിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റോൾ അഭിനയിച്ചത് ആരാണ്? നമ്മുടെ കിലിയൻ മർഫിയാണ്. കിലിയൻ മർഫിയാണ് ഓപ്പൺ ഹൈമറായിട്ട് അഭിനയിച്ചത്. അതിന് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടുന്നു. അപ്പൊ മികച്ച സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്പൺ ഹൈമർ ആണെന്ന് മനസ്സിലാക്കുക. മികച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ കണ്ടല്ലോ, ഇതാണ് മികച്ച നടി എന്ന് പറയുന്നത്. നടിയുടെ പേരെന്ന് പറയുന്നത് എമാ സ്റ്റോൺ എന്നാണ്. എമാ സ്റ്റോൺ എന്നാണ് നടിയുടെ പേര്. എമാ സ്റ്റോണിന് ഏത് സിനിമയ്ക്കാണ് കിട്ടുന്നത്? പുവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എമാ സ്റ്റോണിന് ഈ പറയുന്ന പുരസ്കാരം കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പിക്ചേഴ്സ്, ആൾക്കാരുടെയൊക്കെ ഫോട്ടോ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ മികച്ച ചിത്രം ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഹൈമർ ആണ് മികച്ച ചിത്രം. അപ്പോൾ ഈ ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ അത് ക്രിസ്റ്റഫർ നോളൻ ആണ്. അപ്പൊ ക്രിസ്റ്റഫർ നോളന്റെ സിനിമയാണ് എന്ത്, ഓപ്പൺ ഹൈമർ. അപ്പോൾ ഈ പറയുന്ന ഓപ്പൺ ഹൈമറിൽ അഭിനയിച്ചതിന് ആർക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നുണ്ട്? കിലിയൻ മർഫിക്ക് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച നടി ആരെന്ന് ചോദിച്ചാൽ അത് എമാ സ്റ്റോൺ ആണ്. പുവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എന്ത് കിട്ടുന്നത്? എമാ സ്റ്റോണിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പേരുകൾ ഇപ്പൊ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. മികച്ച സിനിമയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ഹൈമർ ആണ്. മികച്ച നടനാണെന്നുണ്ടെങ്കിൽ അത് കിലിയൻ മർഫി ആണ്. മികച്ച നടിയാണെന്നുണ്ടെങ്കിൽ അതാരാണ്? എമാ സ്റ്റോൺ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എമാ സ്റ്റോണിന് പുവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയിലാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ഓസ്കാർ അവാർഡ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നോക്കാം ബാക്കിയുള്ള അവാർഡ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ ഈ പറയുന്ന ഓസ്കാർ അവാർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ച തീയതി ചോദിച്ചാൽ അത് ഇന്നലെയാണെന്ന് പറയുമ്പോൾ മാർച്ച് 10 ആണ് കേട്ടോ. മാർച്ച് 10, 2024 എന്ത് ചെയ്യുന്നത്, ഓസ്കാർ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. വേദി ഏതായിരുന്നു? ഡോൾബി തിയേറ്റർ, ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ, USA കേട്ടോ. അപ്പോ ഈ പറയുന്ന ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ച തീയതി ശ്രദ്ധിക്കുക, മാർച്ച് 10, 2024 ആണ്. വേദി ചോദിച്ചാൽ ഡോൾബി തിയേറ്റർ, ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ, USA. അവതാരകന്റെ പേരാരാണ്? ജിമ്മി കിമ്മൽ ആണ് കേട്ടോ. ജിമ്മി കിമ്മലാണ് അവതാരകൻ. പക്ഷേ ഈ പറയുന്ന ഓസ്കാർ അവാർഡില് ഈ പറയുന്ന കോസ്റ്റ്യൂം ഡിസൈനറിന്റെ അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന ആരെന്നറിയാമോ? നമ്മുടെയൊക്കെ റെസ്ലിംഗ് താരമായിട്ടുള്ള നമ്മുടെ ജോൺ സീനയാണ് എത്തിയത്. പക്ഷെ ജോൺ സീന എന്ത് ചെയ്തു? നഗ്നനായിട്ടാണ് ഈ പറയുന്ന വേദിയിലേക്ക് എത്തിയത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, അദ്ദേഹവും ഈ പറയുന്ന ഓസ്കാർ അവാർഡിൽ ശ്രദ്ധ അടിച്ചു നേടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തെല്ലാം കാണണം അല്ലേ നമുക്ക്. അപ്പൊ എന്തായാലും അവതാരകൻ ആരെന്ന് ചോദിച്ചാൽ അത് ജിമ്മി കിമ്മലാണ്. ജോൺ സീനയാണ് ഈ പറയുന്ന വസ്ത്രധാരണത്തിനുള്ള അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്നത്. വസ്ത്രമില്ലാതെ വന്നത് ആരാണ്? ജോൺ സീനയാണ്. ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ച സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്പൺ ഹൈമറിനാണ്. 7 പുരസ്കാരങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ഹൈമറിന് കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമ ഏതെന്ന് ചോദിച്ചാലും അത് ഏതാണ്? ഓപ്പൺ ഹൈമറിനാണ്. 13 നാമനിർദ്ദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ഹൈമറിന് കിട്ടുന്നത്. അപ്പൊ ഓപ്പൺ ഹൈമറാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന 2024 ഓസ്കാർ അവാർഡില് തിളങ്ങി നിന്ന സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? ഓപ്പൺ ഹൈമർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു തീയതി ശ്രദ്ധിക്കുക, മാർച്ച് 10, 2024. വേദിയാണെങ്കിൽ ഡോൾബി തിയേറ്റർ, ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ, USA. അവതാരകന്റെ പേര് ജിമ്മി കിമ്മൽ എന്നാണ്. ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ചത് ഓപ്പൺ ഹൈമർ 7 എണ്ണം. ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചതും ഓപ്പൺ ഹൈമർ 13 എണ്ണമാണ് കേട്ടോ. ഓക്കെ ആണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം മികച്ച സംവിധായകന്റെ പേരെന്താണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ക്രിസ്റ്റഫർ നോളൻ ആണ് നമ്മുടെ
ഓസ്കാർ അവാർഡ് ലഭിച്ച മികച്ച സംവിധായകൻ എന്ന് പറയുന്നത്. അടുത്ത മികച്ച സഹനടൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റോബർട്ട് ഡൗണി ജൂനിയർ. കേട്ടോ, റോബർട്ട് ഡൗണി ജൂനിയർ. അപ്പൊ റോബർട്ട് ഡൗണി ജൂനിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ അയൺമാൻ തന്നെയാണ് കേട്ടോ. അയൺമാനിൽ അഭിനയിച്ച, നിങ്ങൾക്കറിയാലോ അയൺമാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ക്യാരക്ടറേ ഉള്ളൂ, ഒറ്റ ഫേസ് മാത്രമേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ, അദ്ദേഹം തന്നെയാണ് കേട്ടോ. അപ്പൊ റോബർട്ട് ഡൗണി ജൂനിയർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓപ്പൺ ഹൈമറിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ഹൈമറിലല്ല, നമ്മുടെ ഓസ്കാർ അവാർഡിലെ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിക്കുന്നത് റോബർട്ട് ഡൗണി ജൂനിയറിനാണ്. അദ്ദേഹത്തിന്റെ എന്താണ് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന മൂവിയിൽ അദ്ദേഹം അഭിനയിച്ചതിനാണ് ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നത്. മികച്ച സഹനടി ആരെന്ന് ചോദിച്ചാൽ ഡാവിൻ ജോയ് റാൻഡോൾഫ് ആണ്. എന്താണ്? ഡാവിൻ ജോയ് റാൻഡോൾഫ് ആണ്. ഏത് സിനിമയ്ക്കാണെന്ന് അറിയാമോ? ഹോൾഡോ വോർസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കിട്ടുന്നത്. എന്താണ്? ഹോൾഡോ വോർസ് കേട്ടോ. ഹോൾഡോ വോർസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ഡാവിൻ ജോയ് റാൻഡോൾഫിന് ഈ പറയുന്ന മികച്ച സഹനടിക്കുള്ള പുരസ്കാരം കിട്ടുന്നത്. അപ്പൊ മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ കിലിയൻ മർഫി ഓപ്പൺ ഹൈമർ. മികച്ച നടി ആരെന്ന് ചോദിച്ചാൽ എമാ സ്റ്റോൺ പുവർ തിങ്സ്. മികച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺ ഹൈമർ. മികച്ച സഹനടൻ ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ഡൗണി ജൂനിയർ ഓപ്പൺ ഹൈമർ. മികച്ച സഹനടി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഡാവിൻ ജോയ് റോണ്ടോൾഫ്. സിനിമയുടെ പേരെന്താണ്? ഹോൾഡോ വോർസ് എന്നാണ് കേട്ടോ. ഹോൾഡോ വോർസ് എന്നാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റുകളായിട്ട് കൂടി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, മനസ്സിലായില്ലേ, ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ മികച്ച അനിമേഷൻ ചിത്രം ചോദിച്ചാൽ, മികച്ച അനിമേഷൻ ചിത്രം ഓസ്കാർ അവാർഡിൽ മികച്ച അനിമേഷൻ ചിത്രം ചോദിച്ചാൽ ദി ബോയ് ആൻഡ് ദി ഹൊറോൺ എന്നാണ് കേട്ടോ. എന്താണ്? ദ ബോയ് ആൻഡ് ദി ഹൊറോൺ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പൊ ഈ ഒരു സിനിമയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, മികച്ച അനിമേഷൻ സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടുന്നത് ദി ബോയ് ആൻഡ് ദി ഹൊറോൺ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. മികച്ച ഛായാഗ്രഹണം ഏത് സിനിമയ്ക്കാണെന്ന് അറിയാമോ? അത് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെയാണ് മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് കിട്ടുന്നത്. അത് ആരെയാണ്? ഹൊയ്ത്ത വാൻ ഹൈറ്റ്മ എന്ന് പറയുന്ന ആൾക്ക് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡും ഓപ്പൺ ഹൈമറിന് തന്നെയാണ് കിട്ടുന്നത്. ആ ഛായാഗ്രഹണത്തിന്റെ വ്യക്തിയുടെ പേരെന്താണ്? ഹെയ്ത്ത വാൻ ഹൊയ്ത്തമ എന്നാണ് കേട്ടോ. ഒരു വൃത്തികെട്ട പേരാണ്, നമുക്ക് വായിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അപ്പൊ എന്തായാലും ഹൊയ്ത്തെമ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്കാണ് എന്ത് കിട്ടുന്നത്, നമ്മുടെ ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് കൂടി കിട്ടുന്നത്. അതുപോലെ തന്നെ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാണെന്ന് അറിയാമോ? മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം അത് 20 Days in Mariupol എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. എന്താണ്? മികച്ച ഡോക്യുമെന്ററി സിനിമ ഏതാണ്? 20 Days in Mariupol എന്ന് പറയുന്ന സിനിമയ്ക്കാണ് മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ഓസ്കാർ അവാർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്, ഒന്നിലധികം വിജയങ്ങൾ നേടിയ സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്പൺ ഹൈമറിന് 7 അവാർഡ് കിട്ടുന്നുണ്ട്. പുവർ തിങ്സിനാണെങ്കിൽ 4 അവാർഡ് കിട്ടുന്നുണ്ട്. ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കാണെങ്കിൽ 2 അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഓപ്പൺ ഹൈമറിനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, 7 പുവർ തിങ്സ് നമുക്കറിയാം മികച്ച സഹനടിക്ക് എമാ സ്റ്റോണിന് കിട്ടുന്നതാണ് ഈ പറയുന്ന പുവർ തിങ്സ്. പിന്നെ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റിന് എന്ത് കിട്ടുന്നുണ്ട്? 2 അവാർഡ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന ഓസ്കാറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ബാക്കി വരുന്നതെല്ലാം ചെറിയ ചെറിയ അവാർഡ്സ് ആണ്, ചോദിക്കാൻ ചാൻസ് ഇല്ലാത്തതാണ്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയുന്നു. മികച്ച സിനിമയാണെങ്കിൽ ഓപ്പൺ ഹൈമർ ആണ്, നടനാണെങ്കിൽ കിലിയൻ മർഫി, നടിയാണെങ്കിൽ എമാ സ്റ്റോൺ പുവർ തിങ്സ്. തീയതി ഓർമ്മയുണ്ടല്ലോ, മാർച്ച് 10. വേദിയാണെങ്കിൽ ഡോൾബി തിയേറ്റർ ലോസ് ഏഞ്ചൽസ് അമേരിക്ക. അവതാരകൻ ജിമ്മി കെമൽ. ഏറ്റവും കൂടുതൽ പുരസ്കാരം ഓപ്പൺ ഹൈമർ, നാമനിർദ്ദേശവും ഓപ്പൺ ഹൈമർ 13. സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. സഹനടിയാണെന്നുണ്ടെങ്കിൽ ഡാവിൻ ജോയ് റാൻഡോൾഫ്. അതുപോലെ തന്നെ മികച്ച അനിമേഷൻ ചിത്രം ദി ബോയ് ആൻഡ് ദി ഹൊറോൺ. ഛായാഗ്രഹണം ഓപ്പൺ ഹൈമറിലെ ഹെയ്ത്ത വാൻ ഹെത്തൈമ എന്ന് പറയുന്ന ആൾക്കാണ്. അതുപോലെ മികച്ച ഡോക്യുമെന്ററി ചിത്രമാണെങ്കിൽ 20 Days in Mariupol ആണ്. ഒന്നിലധികം വിജയങ്ങൾ നേടിയത് ഓപ്പൺ ഹൈമർ ഉണ്ട്, പുവർ തിങ്സ് ഉണ്ട്, ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൽ ഈ പറയുന്ന ഓപ്പൺ ഹൈമറിന് 7, പുവർ തിങ്സിന് 4, സോൺ ഓഫ് ഇൻട്രസ്റ്റിനാണെങ്കിൽ 2. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നമ്മുടെ 2024 ഓസ്കാർ അവാർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പൊ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് പോകാം. ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഇനി എഴുതിയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞാൻ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു അവാർഡിന്റെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.